സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ ഹോർമൂസ് തന്ത്രത്തിൽ അടിതെറ്റി വീണ് ട്രംപ്. ടെഹ്റാൻ ട്രംപിന് നൽകിയ മറുപടി അത്രത്തോളം ശക്തമായിരുന്നു. ട്രംപ് ഭീഷണിയാണ് മുഴക്കിയത് എങ്കിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തന്നെ അടച്ചു കാണിച്ചു കൊടുത്തു. ഒപ്പം ഇറാൻ ഒറ്റയ്ക്കും റഷ്യയും ചൈനയുമായി ചേർന്നും ലൈവ് ആയുധ അഭ്യാസവും നടത്തി. അതിനിടയ്ക്കാണ് അമേരിക്കൻ പടക്കപ്പലുകളെ മുക്കുന്ന വലിയ ആയുധം കൈവശമുണ്ടെന്ന മുന്നറിയിപ്പ് ആയത്തുള്ള അലി ഖൊമേനിയും നൽകിയത്. ഇതോടെ സമ്മർദ്ദം കൂടുതൽ അമേരിക്കയ്ക്ക് മുകളിലായി. ട്രംപിന്റെ പണി പാളി എന്ന് തന്നെ പറയാം. അങ്ങനെ ആണവ ചർച്ചകൾ ഇറാന്റെ വഴിയേ തന്നെ നീങ്ങി. തുടർന്നാണ് അന്തിമ കരാറിലേക്ക് എത്തുന്നതിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ജനീവ ചർച്ചയിൽ ധാരണയായത്. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ കരാറിന്റെ കരട് രൂപം തയ്യാറാക്കുന്നത്. എന്തായാലും ഇറാൻ നിലപാടിൽ ഉറച്ചു നിന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ജനീവയിൽ നിന്ന് വരുന്നത്. ഇക്കാര്യം തന്നെയാണ് അബ്ബാസ് അരാക്ചിയും ആയത്തുള്ള അലി ഖൊമേനിയും വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിർണായക നീക്കവും ഖൊമേനിയുടെ മുന്നറിയിപ്പും അരാക്ചി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞ കാര്യങ്ങളും അടക്കമുള്ള 4 കീ പോയിന്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ആദ്യം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ നിർണായകമായ നാവിക അഭ്യാസത്തിന്റെ പിന്നിലെ തന്ത്രങ്ങൾ പരിശോധിക്കാം. അതിന്റെ തുടർച്ചയെന്നോണമുള്ള ഖൊമേനിയുടെ മുന്നറിയിപ്പിനെയും നമുക്ക് വിലയിരുത്താം. ജനീവയിൽ ചർച്ച നടക്കുന്നതിന് മുമ്പ് കടുത്ത സമ്മർദ്ദ തന്ത്രവും ഭീഷണിയുമായി ട്രംപ് വന്നപ്പോഴും ഇറാൻ നേതാക്കൾ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. ടെഹ്റാൻ പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ജനീവയിൽ നിർണായക ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ പ്രവർത്തിച്ചു. അതും ഇറാൻ തങ്ങളുടെ അവസാന ആയുധം എന്ന് വിളിക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ തന്നെ ആ പ്രവൃത്തി കാണിച്ചു. പരമാവധി സമ്മർദ്ദം ചെലുത്തി ഇറാനെ തളർത്താമെന്ന് കരുതുന്ന ട്രംപ് ഭരണകൂടത്തിന് തങ്ങളുടെ കൈവശം ലോകത്തെ തന്നെ സ്തംഭിപ്പിക്കാൻ ശേഷിയുള്ള ആയുധമുണ്ടെന്ന് ഇറാൻ ഇതിലൂടെ നേരിട്ട് കാണിച്ചു കൊടുത്തു. ചർച്ചാമേശയിൽ അമേരിക്കയ്ക്ക് ഇളവുകൾ നൽകേണ്ടി വരുമെന്ന കൃത്യമായ സന്ദേശം തന്നെ ഹോർമൂസിലെ നീക്കത്തിലൂടെ ഇറാൻ നൽകി. നാവികാഭ്യാസത്തിന്റെ ഭാഗമായി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽപാത ഇറാൻ അടച്ചത്. പക്ഷേ അത് ആഗോള വിപണിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. എണ്ണവില പെട്ടെന്ന് കൂടി. ഈ സമ്മർദ്ദ നീക്കത്തിലൂടെ തങ്ങൾ ഹോർമൂസ് പൂർണ്ണമായും അടച്ചുപൂട്ടിയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുമെന്ന് ഇറാൻ വ്യക്തമായ മുന്നറിയിപ്പ് ലോകത്തിന് തന്നെ നൽകുകയായിരുന്നു. മാത്രമല്ല, ഇറാൻ ഹോർമൂസിൽ നടത്തിയ സൈനികാഭ്യാസത്തിനും സവിശേഷതയുണ്ടായിരുന്നു. വെറും ഒരു നാവികാഭ്യാസമോ സൈനികാഭ്യാസമോ അല്ല നടത്തിയത്, മറിച്ച് ലൈവ് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ കരുത്ത് കാട്ടിയത്. അതായത് നേരത്തെ പ്രകോപനമാകേണ്ട എന്ന് കരുതി മാറ്റിവെച്ച ലൈവ് ഫയർ നാവികാഭ്യാസം, അതാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയത്. ലൈവ് മിസൈൽ വിക്ഷേപണം, നാവിക വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ, സമ്പൂർണ്ണ സമുദ്ര നിരീക്ഷണം, പിന്നെ റാപ്പിഡ് റിയാക്ഷൻ യൂണിറ്റുകളുടെ പ്രവർത്തനശേഷി പരിശോധിക്കൽ, ഒപ്പം ഹോർമൂസ് മേഖലയിലെ ഇറാൻ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ തന്ത്രങ്ങളും അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ചുരുക്കത്തിൽ വെറുമൊരു ആയുധ പ്രകടനത്തിന് അപ്പുറം കടലിടുക്കിലൂടെയുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ വിരൽത്തുമ്പിലാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇറാൻ ചെയ്തത്. അതായത് മേഖലയിലുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന നീക്കം തന്നെയാണ് ഇറാൻ സേന നടത്തിയ സ്മാർട്ട് കൺട്രോൾ ഓഫ് ദി സ്ട്രൈറ്റ് എന്ന ആയുധ പ്രകടനം. സമാന്തരമായി മറ്റൊരു നീക്കം കൂടി ഇറാൻ നടത്തി. അത് അധികം വാർത്തകളിൽ ഇടം നേടിയിട്ടില്ല. ഇറാനൊപ്പം റഷ്യയും ചൈനയും ചേർന്നുള്ള നാവിക അഭ്യാസമാണ് അത്. മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് 2026 എന്ന പേരിലായിരുന്നു സംയുക്ത നാവിക അഭ്യാസം നടന്നത്. കടൽ കൊള്ളക്കാരെ നേരിടുക, സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ പ്രകടനത്തിൻ്റെ ഔദ്യോഗിക ലക്ഷ്യമായി ഇറാനും മറ്റ് രാജ്യങ്ങളും വിശദീകരിച്ചത്. പക്ഷേ ഇതും ഇറാൻ്റെ കൃത്യമായ നയതന്ത്ര നീക്കമാണ് എന്ന് തന്നെ നമ്മൾ നോക്കിക്കാണണം. അമേരിക്കയുടെ പടയൊരുക്കത്തിനെതിരെ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാൻ ഉണ്ടെന്നും വ്യക്തമാക്കുന്ന മുന്നറിയിപ്പായി മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റ് പ്രകടനം മാറിയെന്ന് നമുക്ക് വിലയിരുത്താം. അങ്ങനെ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് കൃത്യമായ 2 സമ്മർദ്ദ തന്ത്രമാണ് ജനീവ ചർച്ച നടക്കുമ്പോൾ തന്നെ ടെഹ്റാൻ പയറ്റിയത്. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതി സുരക്ഷിതമല്ല എന്ന മുന്നറിയിപ്പ് നൽകി അവരെ ചർച്ചകളിൽ ഇറാന് അനുകൂലമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നതും ഇറാന്റെ ലക്ഷ്യമായിരുന്നു. അതായത് വെറും വാക്കുകളിലുള്ള ഭീഷണികളെക്കാൾ കൂടുതൽ പ്രായോഗികവും അപകടകരവുമായ നീക്കമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഹോർമൂസിൽ നടത്തിയ ഈ പ്രകടനത്തിനൊപ്പമാണ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ശക്തമായ മുന്നറിയിപ്പും വന്നത്. ഗൾഫ് മേഖലയിലേക്ക് അമേരിക്ക അയച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലുകൾ അപകടകരമായ ആയുധങ്ങളാണ്. പക്ഷേ അവയെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ടെന്നാണ് ഖൊമേനി മുന്നറിയിപ്പ് നൽകിയത്.
കഴിഞ്ഞ 47 വർഷമായി ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ്. എന്നാൽ എല്ലായ്പ്പോഴും അവർ പരാജയപ്പെട്ടുവെന്നും ഇനിയും അത് നടക്കില്ല എന്നും അല്ലെങ്കിൽ ഇനിയും പരാജയപ്പെടുമെന്നും ഖൊമേനി പറഞ്ഞു. സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല. യുദ്ധത്തിന് യുദ്ധം, ബോംബിങ്ങിന് ബോംബിംഗ് എന്ന നയമായിരിക്കും ഇറാൻ സ്വീകരിക്കുകയെന്നും അമേരിക്കൻ ഇടപെടലുകൾ മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഖൊമേനി ശക്തമായ മുന്നറിയിപ്പ് നൽകി. അതായത് ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും അമേരിക്കയുടെ സൈനിക പടയൊരുക്കത്തെ അതേ നാണയത്തിൽ നേരിടുന്ന അതിശക്തവും ആക്രമണോത്സുകവുമായ നിലപാടാണ് ഖൊമേനി സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇറാന്റെ അവസാന വാക്ക് ആയത്തുള്ള അലി ഖൊമേനിയാണ്. ഹോർമൂസിൽ ഇറാൻ നടത്തിയ സമ്മർദ്ദ നീക്കങ്ങൾക്കും ഖൊമേനിയുടെ മുന്നറിയിപ്പിനും ഇടയിൽ നടന്ന ജനീവ ചർച്ചയ്ക്ക് ശേഷം ഇറാന്റെ വഴിയേ കാര്യങ്ങൾ എത്തിയെന്ന സന്ദേശമാണ് അബ്ബാസ് അരാക്ചിയുടെ വാക്കുകളിലുള്ളത്. ചർച്ചകളിൽ ഗുണപരമായ പുരോഗതി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുൻപത്തെ ചർച്ചകളെ അപേക്ഷിച്ച് കൂടുതൽ ഗൗരവമേറിയതും ഗുണപരവുമായ അന്തരീക്ഷത്തിലാണ് ജനീവയിൽ ചർച്ച നടന്നത് എന്നും അരാക്ചി പറഞ്ഞു. ഒരു കരാറിലേക്കുള്ള പാത തുറക്കപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവി ചർച്ചകൾക്ക് ആധാരമാക്കേണ്ട പ്രധാന പൊതു തത്വങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പൊതുവായ ധാരണയിലെത്തിയതായും അരാക്ചി പറഞ്ഞു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കില്ല എന്നുള്ള സൂചനയും അരാക്ചി നൽകി. അതായത് ഇറാന്റെ നിലപാടിനൊപ്പമാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് അരാക്ചിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടെന്നും ഗുണപരമായ ചർച്ച നടന്നുവെന്നും അരാക്ചി വിശദീകരിക്കുന്നത്. അപ്പോഴും അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങുക എന്നത് ചർച്ചാ വിഷയമേ അല്ല എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ട്രംപിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുമ്പോഴും നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് അരാക്ചി നൽകുന്നത്. എന്നാൽ അത് ഇറാന്റെ ആത്മാഭിമാനവും അവകാശങ്ങളും ബലി കഴിപ്പിച്ചുകൊണ്ടാകില്ല എന്ന് അരാക്ചിയും ഖൊമേനിയും ഉറച്ച സ്വരത്തിൽ ഒരേ രീതിയിൽ പറയുന്നു. അത് ഉറപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ട്രംപും അമേരിക്കയും പതറുകയും ചെയ്യുന്നു. അതാണ് ഈ ജനീവ ചർച്ചയുടെ ബാക്കി പത്രമായി നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതേസമയം ഉപരോധങ്ങളെ ലംഘിച്ചു ഇറാൻ പ്രധാനമായും ചൈനയ്ക്ക് എണ്ണ വിൽക്കാൻ ഉപയോഗിക്കുന്ന നിഴൽ കപ്പലുകളെ തകർക്കാനാണ് അമേരിക്ക മറുഭാഗത്ത് നീക്കം നടത്തുന്നത് എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല USS എബ്രഹാം ലിങ്കൻ കപ്പൽ ഇറാൻ തീരത്തിന് അടുത്തുകൂടി യാത്ര ചെയ്തുവെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേഖലയിലെ സൈനിക നീക്കം അമേരിക്കയും ശക്തമാക്കിയെന്ന സൂചനകളാണ് ചർച്ചകൾക്കിടയിലും ഈ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഹോർമൂസിലെ ഇറാന്റെ ശക്തമായ സൈനിക നീക്കം അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ നിൽക്കരുത് എന്ന മുന്നറിയിപ്പ് ട്രംപിന് വീണ്ടും നൽകിയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 20% നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുള്ളത്. അത് പക്ഷേ ചൈനയും റഷ്യയും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി റഷ്യൻ ഊർജ്ജ മന്ത്രി സെർജി സിവിലിയോവുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇരുവരും പുതിയ ഊർജ്ജ കരാറുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ പത്രങ്ങളാകട്ടെ ജനീവ ചർച്ചകൾക്കും ഹോർമൂസ് സൈനിക അഭ്യാസങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയാണ് വാർത്തകൾ നൽകിയിട്ടുള്ളത്. ജനീവ മുതൽ ഹോർമൂസ് കടലിടുക്ക് വരെ കരുത്ത് എന്നാണ് ഒരു പത്രം തലക്കെട്ട് നൽകിയത്. ഇറാൻ വെനസ്വേലയല്ല എന്നാണ് മറ്റൊരു പ്രമുഖ പത്രത്തിൻ്റെ തലക്കെട്ട്. ചർച്ചകളിൽ ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഉടനൊരു കരാർ ഉണ്ടാകുമെന്ന് ആരും വിലയിരുത്തുന്നില്ല. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ ചില നയതന്ത്ര വിദഗ്ധർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴും മധ്യസ്ഥരായ ഒമാൻ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ചർച്ചകളെ നല്ലൊരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണത്തേതുപോലെ ഇസ്രയേൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കുമോ എന്നത് മാത്രമാണ് ഒമാന്റെ ആശങ്ക. എന്തായാലും യുദ്ധഭീതി ഒഴിയുന്ന രീതിയിലേക്ക് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.